ഗൈസ്, ഇന്ന് നമ്മൾ പച്ചമുളക് കൃഷി എങ്ങനെ വിജയകരമായിട്ട് ചെയ്യാം എന്ന ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ നമ്മൾ വീട്ടില് പച്ചമുളക് കൃഷി ചെയ്യുമ്പം പെട്ടെന്ന് തന്നെ ഇത് കുരുടിച്ചു പോകാറുണ്ട്. അപ്പോ ഇവിടെ കുരുടിപ്പോ ഇല കൊഴിച്ചിലോ അല്ലെങ്കിൽ വേറെ ഒരു കുഴപ്പവുമില്ലാതെ വളരെ ചെറുതിലെ തന്നെ പച്ചമുളക് മൂട് മുതൽ മണ്ടഭാഗം വരെ നന്നായിട്ട് കായ്ക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റ് ഇടുക, അതുപോലെ ലൈക്ക് ചെയ്യുക. അപ്പോ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോ നമ്മൾ ഇന്ന് ചെയ്യുന്നത്, ഞാനൊരു തെർമോകോൾ ആണ് എടുത്തിരിക്കുന്നത്. ഈ തെർമോകോൾ എന്തിനാണെന്ന് നിങ്ങൾ വിചാരിക്കും. തെർമോകോളിന്റെ സൈഡിൽ ഞാനൊരു കണ്ണിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോ ഈ തെർമോകോളിലേക്ക് നമുക്ക് ആവശ്യത്തിന് മണ്ണ് നിറച്ചിട്ട് നമുക്ക് ഈ തെർമോകോൾ ഉപയോഗിച്ചിട്ട് നല്ല വിജയകരമായ രീതിയിൽ പച്ചമുളക് വിത്ത് പാകി നമുക്ക് കൃഷി ചെയ്യാം. ഇപ്പൊ ഇത് നമ്മുടെ ഈ ജൈവ വളങ്ങളെല്ലാം കൂടി നിക്ഷേപിക്കുന്ന ഒരു കുഴിയാണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ വീട്ടില് ആവശ്യത്തിന് വരുന്ന സാധനങ്ങളെല്ലാം ബാലൻസ് വരുന്ന എല്ലാം എടുത്ത് ഇടുന്നത് ആ ഒരു കുഴിയിലേക്കാണ്. ഇനി ഇത് നിങ്ങൾ വിചാരിക്കും ഇതൊരു മെത്തയായിരുന്നു ഗൈസ്, ഇത് ഒരു സ്ക്വയർ മാട്രസ് ആയിരുന്നു കേട്ടോ. അപ്പൊ ഇതിൽ നിറച്ച് ഇത് നമ്മൾ ചുടാനായിട്ട് എടുത്തതാ. ചുടാനായിട്ട് എടുത്തപ്പോഴാണ് ഇതിൽ നിറച്ച് ചകിരി ഇരിക്കുന്നു. ചകിരി ചോറല്ല, വെറും ചകിരിയാണ് കേട്ടോ. അപ്പോ ഈ ഒരു ചകിരി നമ്മൾ കളഞ്ഞില്ല. അപ്പൊ ഈ ചകിരി വെച്ചിട്ട് എങ്ങനെ നമുക്ക് കൃഷി ചെയ്യാം എന്ന് നമുക്ക് ഒരു ആലോചന വന്നു. അപ്പോഴാണ് നമ്മൾ ഇതിന്റെ ചകിരി എടുക്കാൻ വളരെ എളുപ്പമായിരുന്നു കേട്ടോ. അപ്പൊ ഈ ചകിരി എല്ലാം കൂടിയൊക്കെ നമ്മൾ പിന്നിയിട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ജൈവവളം ആദ്യം തന്നെ ജൈവവളം നമ്മുടെ തെർമോകോളിലേക്ക് നിറച്ചു. തെർമോകോളിന്റെ അടിഭാഗം മുഴുവനായിട്ട് നമ്മൾ ഇങ്ങനെ ആദ്യത്തെ ഒരു പ്രാവശ്യം മണ്ണ് നിറച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ ആ ചകിരി എന്ത് ചെയ്യണം, ചകിരി കുറേശ്ശെ എടുത്ത് ഈ മണ്ണിന്റെ മുകളിലായിട്ട് ഇതേപോലെ നിറച്ചു കൊടുക്കുക. ഇപ്പൊ നമ്മൾ ചകിരിയും നിറച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ചകിരിക്ക് മുകളിലായിട്ട് വീണ്ടും നമ്മൾ ആ ഒരു മണ്ണ്, നല്ല മണ്ണാണ് കേട്ടോ, എല്ലാ നമ്മുടെ അടുക്കളയിലെ എല്ലാ പച്ചക്കറി വേസ്റ്റും മീനിന്റെയും എല്ലാം കൂടി ചേർന്നൊരു വളം, നല്ല ധാരാളം വളക്കൂറുള്ള ഒരു മണ്ണാണിത്. അപ്പോ അത് നമ്മൾ വീണ്ടും ആ മണ്ണ് ആ തെർമോകോളിൽ നിറച്ചു കൊടുത്തു. ഇനി അടുത്ത പരിപാടി നമ്മുടെ വിത്തിടലാണ്. അപ്പൊ ഞാനിവിടെ കുറച്ച് മുളകരി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മുളകരി ഈ ഒരു തെർമോകോളിലേക്ക് പാകി കൊടുക്കുക. ഈ തെർമോകോളിൽ വെച്ച് തന്നെ നമുക്ക് ഈ മുളകിനെ പൊടിപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് നടേണ്ട ഒരു ആവശ്യവുമില്ല. ഇതിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് വളർത്തി വലുതാക്കി അത് കായ്ഫലം തരുന്നതാണ്. അപ്പൊ നമ്മൾ ഇവിടെ വിത്തിട്ട് കൊടുത്തു. ഇനി ഈ വിത്തിന് മുകളിലേക്ക് നമ്മൾ വീണ്ടും മണ്ണ് നിറച്ചു കൊടുക്കണം. അപ്പോ ഇതേപോലെ കുറേശ്ശെ മണ്ണ് ആ വിത്തിന് മുകളിലേക്ക് ഇങ്ങനെ പാകി കൊടുക്കുക. അപ്പോ നമ്മുടെ വിത്തും ഇടലും മണ്ണിടലും ഒക്കെ ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ സാധാ പോലെ തന്നെ വിത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ അല്പം വെള്ളം തളിച്ചു കൊടുക്കുമല്ലോ. അപ്പൊ അതേപോലെ ഇവിടെയും എന്ത് ചെയ്യുക, ഒരല്പം കൈകൊണ്ട് വെള്ളം ഇതിന് മുകളിലേക്ക് നമ്മൾ തളിച്ചു കൊടുക്കുക. അപ്പോ സാധാരണ നമ്മൾ ഈ തെർമോകോളൊക്കെ വേസ്റ്റ് ആയി വരുമ്പോൾ നമ്മൾ എല്ലാവരും ഇതിനെ എടുത്ത് കളയാണ് ചെയ്യാറ് അല്ലെ. പക്ഷെ ഇതുപോലുള്ള സാധനങ്ങൾ നമുക്ക് ഇങ്ങനെയും ഉപയോഗപ്പെടുത്താം എന്ന് ആണ് നമ്മൾ ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ വെള്ളമൊഴിച്ച് എല്ലാം നന്നായിട്ട് വെള്ളമൊഴിച്ചു. ഇനി ഇതുപോലെ നമ്മൾ കവറിൽ പാകി വെച്ചിരിക്കുന്ന മുളക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോ ഇത് കണ്ടോ, ഇതുപോലെ നമ്മൾ ചകിരി വെച്ചിട്ട് ചെയ്തതാണ്. വളരെ ചെറുതിലെ തന്നെ ഇത് നല്ല കായ്ഫലം തരും. ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ ഇത് കായ്ച്ചത് തല മുതൽ വാല് വരെ എന്ന് പറഞ്ഞതുപോലെ പാദം മുതൽ തല വരെ നിറച്ച് മുളക് ഇതിലുണ്ട്.
അപ്പോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോ ഇതാണ് നമ്മുടെ പച്ചക്കറി കൃഷി. ഇനി ഇതുപോലുള്ള കൃഷിയുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോ ഇത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ നമ്മുടെ കണ്ടോ, മുളകിനൊന്നും ഒരു കരുവാളിപ്പോ ഒരു കുരുടിപ്പോ ഒന്നുമില്ല. വളരെ ഒരു കൊച്ചു ചെറിയ കവറില നമ്മൾ ഇത് നട്ടിരിക്കുന്നത്. കണ്ടോ, ചെറിയ ചെറിയ വേസ്റ്റ് ആയിട്ട് പോകുന്ന പാത്രങ്ങളൊക്കെ എടുത്താണ് നമ്മൾ ഇവിടെ നട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ധാരാളമായിട്ട് കായ്ഫലം ഉണ്ടാകും. നമ്മൾ ഗ്യാരണ്ടിയാണ്. കാരണം അത്രത്തോളം നമുക്ക് ഇതിന്റെ ഫലം കിട്ടിയത് കൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഇത് നമ്മൾ ടെറസിന് മണ്ടയിലാണ് കേട്ടോ ഈ കൃഷി ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു കീടമോ പ്രാണികളോ ഒരു ശല്യവും ഇല്ല. നിറച്ച് നന്നായിട്ട് കായ്ക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.